സംഗീതമാണ് കേട്ടാവ്. സന്തോഷത്തോടെ ആരാധിക്കുക.
ദൈവന്റെ വൈദ്യനാണ് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ വെറുതെ പാടി തീർക്കാനല്ല. ഹല്ലേലൂയ. അത് പറയുന്നത് ആത്മാർത്ഥമാണെന്നെങ്കിൽ കർത്താവേ ആ കരവിനെ തുടരണം. ഹല്ലേലൂയ. ആ കരവിനെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, കർത്താവേ നീ എന്റെ വൈദ്യനാണ്, നീ എന്റെ രക്ഷകനാണ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ കേട്ടതാണ്, ശരി അവിടെ തിക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പക്ഷെ ഒരു വിശ്വാസത്താൽ അവൾ വിളിച്ചു പറയുക, ആമേ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ഈ ആരാധനയിൽ ആമേ സ്തോത്രം ചെയ്യുന്നു. അടുത്തിരിക്കുന്നവർ മലത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നുള്ളതല്ല, നമ്മുടെ കർത്താവിനെ നാം വിശ്വാസത്താൽ ആരാധിക്കുമ്പോൾ വിശ്വാസത്താൽ നിങ്ങൾ പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നമ്മൾ പ്രാപിക്കാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. യേശു നമ്മുടെ സ്ഥിതി എന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം. ആമേ സ്തോത്രം. ദൈവത്തിന്റെ രക്ഷകനാണെന്നും ദൈവത്തിന്റെ ദൈവമാണെന്നും ഹല്ലേലൂയ ഈ കർത്താവിനാണ് ഞാൻ ആരാധിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലാണ് ഇതിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ആ സ്ഥിതി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവ് നീ എന്റെ ഭർത്താവിനെ തൊടണം, നീ എന്റെ കുഞ്ഞിനെ തൊടണം. ഹല്ലേലൂയ. നീ എന്റെ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ആമേ സ്തോത്രം. നീ എന്റെ ശാരീരിക ആമേ ക്ഷീണത്തിന്റെ മേൽ അവിടുത്തെ കരവെന്നെ തൊടണം. ഹല്ലേലൂയ. അങ്ങനെ നാം വിശ്വാസത്തോടെ പ്രതികരിക്കുമ്പോൾ നമ്മൾ വായിച്ച സങ്കീർത്തനം പോലെ ദൈവം ആ സെക്കൻഡിൽ നമ്മളെ തൊടുവാനിടയായിരിക്കും. ഒരു സ്വപ്നം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത് പകൽ ആ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളങ്ങനെ നമുക്ക് വീണ്ടും പൂർണ്ണമായി സമർപ്പിക്കാം. ആ വിശ്വാസത്തോടെ ആമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുക. ആമേ സ്തോത്രം ചെയ്യും. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനയോടെ ദൈവത്തിനെ കടന്നു പോകുന്നു. ആമേ കർത്താവിന്റെ വചനം അവങ്കിലേക്ക് നോക്കി പ്രകാശിതരാൻ അവരുടെ നമുക്ക് ലജ്ജിച്ചു പോയില്ല. ഒരു കാര്യം നാം മറന്നു പോവുക, നാം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആവശ്യബോധത്തോടാണ് വരുന്നതെങ്കിൽ നമ്മളെ വന്നതുപോലെ പറഞ്ഞയക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ആമേ സ്തോത്രം ചെയ്യുന്ന ആ വിഷയത്തിന്റെ മേൽ ആ സ്ഥിതി നിന്നെ അടുത്ത ദിവസം എങ്ങനെ സ്വാധീനിക്കും, ആ സ്ഥിതിയിൽ നിനക്ക് എങ്ങനെ അടുത്ത ദിവസം പോകാൻ കഴിയുമെന്ന കർത്താവ് അവരിന്നും ആ സ്ഥിതി മാറ്റാനാണ് ദൈവത്തിന്റെ പ്ലാനെങ്കിൽ നേരം മാറ്റി തന്നെ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ശിഷ്യന്മാര് പറഞ്ഞ കർത്താവ് അവരെ പറഞ്ഞേക്കണം, അവര് കടകളിലും ആമേ സ്തോത്രം അവർ ഊരുകളിലും പോയി അവരുടെ ഭക്ഷണ സാധനങ്ങൾ അവർ ആമേ കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ കണ്ട്, ഈ സ്ഥിതിയിൽ ഇവരൊക്കെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുവാനിടയായിട്ട് ആമേ സ്തോത്രം ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? ആമേ സ്തോത്രം ചെയ്യുന്നു. ശിഷ്യന്മാര് പറഞ്ഞതല്ല യേശുവോടെ ചെയ്തത്, ദൈവത്തിന്റെ ആമേ ഇഷ്ടമാണ് കർത്താവിടെ ചെയ്യുവാനിടയായിട്ട്. കാരണം അടുത്ത സമയം അവർക്കറിയാം, അവർ കർത്താവിനറിയാം അവർ തളർന്നു പോകും വഴി വെച്ച്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആമേ അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഏത് സ്ഥിതിയിലൂടെ കടന്നു വന്നിരിക്കുന്നു, ഈ സ്ഥിതി നീ അടുത്ത ദിവസം പോയാൽ എന്തായി തീരുമെന്ന് അറിയാവുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഇന്ന് പകലിൽ ആ വിശ്വാസത്തോടെ ഹല്ലേലൂയ നമുക്ക് ദൈവം എല്ലായിരിക്കാം തുറന്നു നമ്മളെ സംസാരിക്കുക.